കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം. ഇടുക്കി, വടകര സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനിടെയാണ് ഹൈക്കമാൻഡ് ഇടപെടൽ. പി.ജെ. ജോസഫിന് ഇടുക്കി നൽകാമെന്ന ഉറപ്പു നൽകിയതായി അറിയില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റും പ്രതികരിച്ചു. ഇതോടെ കേരള കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കാനുള്ള യു.ഡി.എഫ് നീക്കങ്ങളും പ്രതിസന്ധിയിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടണമെന്ന കോൺഗ്രസ് ലക്ഷ്യം മുൻനിർത്തിയാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ജയസാധ്യതയുള്ള സീറ്റുകൾ വിട്ടു നൽകേണ്ടതില്ലെന്ന നിലപാട് സംസ്ഥാന ഘടകത്തെ അറിയിച്ചതായാണ് വിവരം. ഇതോടെ ഇടുക്കിയിൽ പി.ജെ. ജോസഫിനെയും വടകരയിൽ കെ.കെ. രമയെയും മത്സരിപ്പിക്കാനുള്ള സാധ്യത മങ്ങി. പി.ജെ. ജോസഫിന് ഇടുക്കി നൽകാമെന്ന് ഉറപ്പ് നൽകിയതായി അറിവില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സുപ്രധാനമാണ്. കോൺഗ്രസിന്റെ ഓരോ സീറ്റും നിർണായകമാണ് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ശ്രീമാൻ പി.ജെ. ജോസഫ് ഞങ്ങളെ കണ്ട് സംസാരിച്ചതെന്ന് ശരിയാണ്. സീറ്റ് സംബന്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അന്ത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. കേരള കോൺഗ്രസിൽ മാണി, ജോസഫ് വിഭാഗങ്ങൾ തമ്മിലെ പോരിനെ തുടർന്നാണ് ഇടുക്കി സീറ്റ് വേണമെന്ന ആവശ്യം പി.ജെ. ജോസഫ് മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് ഇതിന് സന്നദ്ധമാകുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നാളെ വരെ കാത്തിരിക്കുമെന്നാണ് പി.ജെ. ജോസഫിന്റെ പ്രതികരണം. പി.ജെ. ജോസഫിനെ മത്സരിപ്പിക്കുന്നതിൽ ഇടുക്കി ഡി.സി.സിക്കും എതിർപ്പുണ്ടെന്നാണ് വിവരം. എന്നാൽ കോൺഗ്രസ് സ്വതന്ത്രനായി പി.ജെ. ജോസഫിനെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന ഘടകം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ട്. മീഡിയ 1, ഡൽഹി.